നിങ്ങളുടെ രോഗികളാണ്. ഇത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സദ്ഹാൻ ഹഫിളഹുല്ലാഹ് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ്. ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര്. ഇത് ഇമാം അബ്ദുൽ അസീസ് അൽ ഷെയ്ഖാണ് ഈ കിതാബിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ആമുഖം എഴുതിയിട്ടുള്ളത്. അപ്പോഴേ വായിക്കാണ് മുഖദ്ദിമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഖിൽ മരീദ് ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹു തആല. സല്ലല്ലാഹു അലൈഹി റബ്ബുൽ അർശിൽ അസീം യശ്ഫീക ശഫാക അല്ലാഹു വറആക വറദ്ദക ഇലാ അഹ്ലിക സാലിമൻ ഗാനിമൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വബഅദ്. അഥവാ രോഗിക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് തുടങ്ങണം. അഖിൽ മരീദ്, രോഗിയായ സഹോദര, كتبت لك هذه الأوراق وظني بالله أن نراك بيننا سليما معافا من كل بلاء. അപ്പോൾ ഞാൻ ഈ ഒരു അല്പം പേജുകൾ എഴുതിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? താങ്കളെ സലീമായിട്ട്, രോഗത്തിൽ നിന്നൊക്കെ മുക്തനായിട്ട്, ആഫിയത്തുള്ളവനായിട്ട്, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ആഫിയത്തുള്ളവനായിട്ട് കാണാൻ വേണ്ടിയാണ്. അഖി റആക അല്ലാഹ് അഅരിഫ് വലൈസ ഹാദാ മിൻ الرجم بالغيب ويعرف كل الناس أن المرضى تختلف أحوالهم باختلاف أمراضهم ومن كان مرضه شديدا زاد همه وغمه ومن خف مرضه خف همه. രോഗികൾ പല അവസ്ഥയിലാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതൊരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംസാരമല്ല, മറിച്ച് അറിയപ്പെട്ട കാര്യമാണ്. രോഗം ശക്തമാകുന്നതിനനുസരിച്ച് എന്താണ് മനപ്രയാസവും ഒക്കെ എന്ത് ചെയ്യും, കൂടിക്കൂടി വരും. രോഗം കുറയുന്നതിനനുസരിച്ച് മനപ്രയാസങ്ങളും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ലാകിൻ അൽ-ظن الحسن بالله يهون كل عسير. പക്ഷെ അള്ളാഹുവെ സംബന്ധിച്ചുള്ള നല്ല വിചാരം അത് എല്ലാ പ്രയാസങ്ങളെയും എളുപ്പമാക്കി തീർക്കും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇതൊരു പരീക്ഷണമായി നൽകിയതാണെന്നും എൻ്റെ സബറും ഈമാനും പരീക്ഷിക്കുകയാണെന്നും, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ദറജാത്തുകൾ ഉയർത്താനും പാപങ്ങൾ പൊറുക്കാനുമാണെന്നുള്ള തരത്തിൽ മാത്രമല്ല, അള്ളാഹു അത്രയും വേഗത്തിൽ എനിക്ക് ശിഫ നൽകുമെന്നുള്ള പ്രതീക്ഷയും. വയജഅൽ അംറ അസീറ യസീറ, വളരെ പ്രയാസകരമായിട്ടുള്ളത് അള്ളാഹു എളുപ്പമാക്കും. ഫമതാ മാ അഹ്സന അബ്ദു الظن بالله ഹാന അലൈഹി മറദു. അള്ളാഹുവെ സംബന്ധിച്ച് നല്ല പ്രതീക്ഷ വെച്ച് പുലർത്താണെങ്കിൽ, വിചാരം വെച്ച് പുലർത്താണെങ്കിൽ അവന്റെ എല്ലാ രോഗവും അവന് എളുപ്പമായി തീർന്നു, അഥവാ നിസ്സാരമായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു പറഞ്ഞതായിട്ട്, അന ഇൻദ ഹുസ്നി ظنി അബ്ദി ബി, ഞാൻ എൻ്റെ അടിമ എന്നെ കുറിച്ച് വിചാരിക്കുന്നതിനനുസരിച്ചാണ്. ഫയظുന്നു ബി മാ ശാ, അവൻ എന്നെ കുറിച്ച് എന്തു വേണമെങ്കിലും വിചാരിക്കട്ടെ. ഇൻ ഖൈറൻ ഫഖൈർ, നല്ലത് എന്നെ കുറിച്ച് വിചാരിക്കുകയാണെങ്കിൽ അവന് നല്ലത് നാം നൽകും. അവൻ എന്നെ കുറിച്ച് ഷർറാണ് വിചാരിക്കുന്നെങ്കിൽ ഫഷർ. فتأمل شفاك الله هذا الحديث وتدبره مرات ومرات. أحسن ظنك بالله وأنه على كل شيء قدير. ഈ ഹദീസ് ആവർത്തിച്ച് നീ എന്ത് ചെയ്യുക, ചിന്തിക്കുക. കാരണം എന്നിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം വെച്ച് പുലർത്തുക. കാരണം അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. وإنك إذا أحسنت ظنك بالله وعلم الله أنك صادق في إحسان الظن به وتشعر براحة نفسية وطمأنينة قلبية. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം വെച്ച് പുലർത്തുകയാണ്. അങ്ങനെ അള്ളാഹു അറിയണം, നിന്റെ ഹുസ്നുൽ ظن അറിയുകയാണെങ്കിൽ നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റാഹത്തുൻ നഫ്സ് നിനക്ക് അനുഭവിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഹൃദയത്തിൽ സമാധാനം വരും. تلوم نفسك في فقدك لهذه الراحة طيلة أيامك الماضية. കഴിഞ്ഞുപോയ എല്ലാ
നിന്റെ ദിവസങ്ങളിൽ ഈ ഒരു റാഹത്ത് ഇല്ലാതിരുന്ന കാര്യത്തിൽ നീ എന്ത് ചെയ്യും? നിന്റെ നഫ്സിനെ നീ പഴിക്കും. അപ്പോ അള്ളാഹുൽ ഹസ്നുൽ ദന്ന് വെച്ച് പുലർത്താണെങ്കിൽ അള്ളാഹു തുമഅനീനത്തുൽ ഖൽബ് പ്രതിഫലമായി നൽകും. അപ്പൊ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ഈ തുമഅനീനത്ത് നിന്ന് ഇല്ലാതിരുന്നതിന്റെ പേരിൽ സ്വന്തം നഫ്സിനെ നീ എന്ത് ചെയ്യും? പഴിക്കും. شفاك الله تعالى وأنت على فراش المرض ترى الناس حولك يذهبون ويأتون وتتمنى أن تمشي بعافية كما يمشون وتذهب كما يذهبون ولك الحق في هذه الأمنية بل كل ما يتمنى أن تكون حاله دائما في صحة وعافية إذن فهل سألت نفسك لماذا ابتلاك الله بهذا المرض? അഥവാ നീ ഇങ്ങനെ രോഗിയായിട്ട് ഇങ്ങനെ കട്ടിൽ കിടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നിന്റെ അടുക്കിലേക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? നീ ആഗ്രഹിക്കുന്നുണ്ട് അവരെ പോലെ എന്തായി തീരാൻ, ആ തരത്തിൽ ഒരു സ്വതന്ത്രനായി തീരാൻ വേണ്ടിയിട്ട്, എപ്പോഴും ആഫിയത്തിലും ആരോഗ്യത്തിലുമായി തീരാൻ. അപ്പോൾ നീ നിന്റെ നഫ്സിനോട് ചോദിച്ചിട്ടുണ്ടോ അള്ളാഹു എന്തിനാണ് നിനക്ക് ഈ ഒരു രോഗം തന്നിട്ടുള്ളതെന്ന്? അസ്അലുല്ലാഹൽ അസീം റബ്ബൽ അർശിൽ അസീം യശ്ഫീക്. അഥവാ ഈ ദുആ ചെയ്തിട്ട് അഖീ റആകല്ലാഹ്, ഈ അറിയപ്പെട്ട ദുആ ആണ്, ശിഫാക്ക് വേണ്ടിയുള്ള ദുആ. ഇന്ന മിൻ സുന്നത്തില്ലാഹി തആല ഫി ഖൽഖി അൻ യബ്തലീഹിം ബിൽ മസായിബ് വഹാദിൽ മസായിബ് തഖ്തലിഫ് അലാ ഹസ്ബി അൻവാഇഹ. അള്ളാഹുവിന്റെ ചര്യയാണത്. എല്ലാ സൃഷ്ടികളെയും അവന്റെ അടിമകൾ അവൻ എന്ത് ചെയ്യും? പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങൾ പല തരത്തിലാണ്. വതാറതൻ തകൂനു ഫിൽ ബദൻ, ചിലർക്ക് ശരീരത്തിലാണ് പരീക്ഷണം. വതാറതൻ തകൂനു ഫിൽ മാൽ, ചില ആളുകൾക്ക് സമ്പത്തിലാണ്. അപ്പൊ നിനക്ക് ആരോഗ്യമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പണമില്ല. വതാറതൻ തകൂനു ഫിൽ ദുർരിയ, ചിലർക്ക് മക്കളിലായിരിക്കും, ചിലപ്പോൾ മക്കളില്ലാത്തതായിരിക്കും, ചിലപ്പോൾ ഉള്ളത് വരെ എന്താണ് തലതിരിഞ്ഞു പോയ പ്രശ്നമായിരിക്കും. إذا عرفت هذا فأنت تعرف عافاك الله أن نعمة الصحة والعافية عند المرء أهم من ماله وأملاكه مهما بلغت في العدد والعدة. ولذا نرى أن المريض ينفق ولا يسأل مهما بلغت النفقة من الأموال الطائلة طلبا للعافية والسلامة. എന്നാൽ ആഫിയത്ത്, ആരോഗ്യം എന്നുള്ളതാണ് സമ്പത്തിനേക്കാളും അതുപോലെ തന്നെ മറ്റ് എന്താ പറയാ ഉടമസ്ഥതയേക്കാൾ വലിയ എന്താണ് നിഅമത്ത് എന്നുള്ളത്. കാരണം രോഗിയായി കഴിഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യും? അയാളുടെ എത്ര വലിയ സമ്പത്തും ചെലവഴിക്കാൻ അവൻ തയ്യാറായി തീരും, അത് നോക്കുകയേയില്ല. കാരണം എന്താണ്? ആരോഗ്യം തേടിക്കൊണ്ട്. വഹാദ മശഹദുൻ മുശാഹദ് കമാ തഖദ്ദം, നേരത്തെ പറഞ്ഞതുപോലെ ഇത് എന്താ പറയാ, നമ്മൾ എന്താ പറയാ നേരിട്ട് കാണുന്ന സംഗതിയാണ്. فالمريض لا يهتم بما خسر بل قد يستدين إذا دعت الحاجة ولا يهتم بمقدار الدين ذلك الوقت لعظم نعمة العافية. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എത്രയാണ് നഷ്ടപ്പെട്ടത്, സാമ്പത്തികമായിട്ട് എത്രയാണ് നഷ്ടം എന്നുള്ളതിനെ സംബന്ധിച്ച് അവൻ കാര്യമാക്കൂല. ചിലപ്പോൾ കടം വാങ്ങിക്കും, ആവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര കടം വാങ്ങി എന്നുള്ളതും കാര്യമാക്കൂല, എത്ര അളവ് കടം വാങ്ങി എന്നുള്ളതും. കാരണം എന്താണ്? ആ ഒരു ആഫിയത്ത് എന്ന ആ നിഅമത്തിന്റെ വില എത്രയാണ്. അപ്പൊ അവന് ആ സമയത്ത് അറിയാൻ സാധിക്കും അവന് നഷ്ടപ്പെട്ട ആ നിഅമത്ത് എത്ര വലുതായിരുന്നു. നേരത്തെ അതിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നത്? ഓർക്കാതിരുന്ന, അതേപോലെ തന്നെ അതിന് ശുക്ർ ചെയ്യാതിരുന്ന ആ ഒരു ആരോഗ്യത്തിന്റെ വില എത്രയായിരുന്നു എന്ന് അവന് അറിയാൻ പറ്റും. അപ്പോ മാത്രമല്ല, ഒരാൾ വിഷമിക്കേണ്ടതില്ല. അവന് രോഗമാണെങ്കിൽ മറ്റാളുകൾക്ക് സാമ്പത്തികമായ നഷ്ടമുണ്ട്, ചില ആളുകൾക്ക് എന്താണ് വിശ്വാസപരമായിട്ടുള്ള എന്താണ് പ്രശ്നമുണ്ട്. അത് ഏറ്റവും വലിയ എന്താണ് പരീക്ഷണമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകിയിട്ട് ഒരു രോഗത്തിൽ പരിമിതപ്പെടുത്തി കൊടുത്തു. അഖി ശഫാക്കല്ലാഹ്. أما لما يبتلى المسلم بالمصائب عموما وبالمرض خصوصا فالجواب أن حصول المرض له أسباب. അപ്പോൾ ഒരു മുസ്ലിം ഒരുപാട് മുസീബത്തുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും അല്ലേ? പ്രത്യേകിച്ചും രോഗം.
എന്തുകൊണ്ടാണ് ഈ തരത്തിൽ പരീക്ഷണങ്ങളും രോഗങ്ങൾക്ക് വരാനുള്ള കാരണം? ഒന്നാമത്തത് منها يكون العبد مقصرا أو مهملا لبعض ما أمر الله فيكون المرض عقوبة من الله تعالى له. ഒരു അടിമ അള്ളാഹുവിന്റെ കൽപ്പനയുടെ കാര്യത്തിൽ വീഴ്ച വരുത്തിയവനായിരിക്കും, അല്ലെങ്കിൽ അലംഭാവം കാണിച്ചവനായിരിക്കും. അപ്പൊ അവന് ആ ഒരു വിഷയത്തിലുള്ള വീഴ്ചയ്ക്കുള്ള ശിക്ഷയായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിട്ട് രോഗവും മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൈസ ബിഅമാനിയിക്കും വലാ അമാനി അഹ്ലിൽ കിതാബ് മൻ യഅമൽ സുഅൻ യുജ്സ ബിഹി. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആരെങ്കിലും ഒരു ചീത്ത കാര്യം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം, അതിന്റെ ശിക്ഷ ലഭിക്കുമെന്നാണ്. വലാ യജിദു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറ. അള്ളാഹുവിന് പുറമെ അവന് സഹായിയോ അവന് ഒരു മിത്രമോ കാണാൻ കഴിയില്ല. ഉറപ്പാണ് ശിക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് ഏതൊരു മുസീബത്ത് ബാധിക്കുന്നുണ്ടോ അത് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണത്താലാണ്. അള്ളാഹു ഒരുപാട് വിട്ടുതരുന്നുണ്ട്. ഖാല അഹദു സ്വാലിഹീൻ മാ അസ്നബ്തു ദംബൻ ഇല്ലാ റഅയ്തു ഉഖബതഹു ഫീ ബദനി ഔ അഹ്ലി ഔ മാലി. ഞാൻ ഏതൊരു തിന്മ ചെയ്തിട്ടുണ്ടോ അതിന്റെ ശിക്ഷ എൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിലോ ഞാൻ കാണും. അതോ ശരീരത്തിൽ പ്രശ്നം ആരോഗ്യമായിട്ട് രോഗമായിട്ട് വരിക, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് വരിക, സമ്പത്ത് അതിലുള്ള ദാരിദ്ര്യമായിട്ട് വരിക. അപ്പോൾ തീർച്ചയായിട്ടും എന്തുവരും? ശിക്ഷയായിട്ടാണ് വരുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരാളുടെ അറിവില് കുറവ് വരുത്തുക അത് ശിക്ഷയാണ്. പഠിക്കാൻ കഴിവില്ലാതാക്കി തീർക്കുക എന്നുള്ളത്, അതല്ലെങ്കിൽ അഖീദയിൽ പോരായ്മകൾ കൊടുക്കുക എന്നുള്ളതൊക്കെ ഒക്കെ പരീക്ഷണമാണ്. അങ്ങനെയുള്ളതിൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിട്ടുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമാധാനിക്കാൻ, സന്തോഷിക്കാൻ പറ്റും. ومنها أن يكون المرض كفارة للذنوب. പാപങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടിയിട്ട് صدرت من العبد قال النبي صلى الله عليه وسلم. ഒരു അടിമയിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ കൊടുക്കും. ما يصيب المسلم من نصب ولا وصب ولا هم ولا حزن ولا حزن ولا أذى ولا غم. ഏതൊരു ക്ഷീണവും അതുപോലെ തന്നെ പ്രയാസവും അതുപോലെ ദുഃഖവും വേദനകളും ഉപദ്രവങ്ങൾ എത്രത്തോളം ഒരു ഹത്ത ശൗക്കത യുശാഖുഹ, ഒരു മുള്ള് തറയ്ക്കുന്നത് വരെ ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിന്മകൾ മായ്ച്ചു കളയും. ഹാദാ ഹു സബബ് സാനി ലഹസുൽ മറദ്. ഇതാണ് രോഗം ഉണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം, പാപങ്ങൾ പൊറുക്കാനുള്ള കാരണം, പൊറുക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് അമ്മ സബബ് അസ്സാലിസ് ഫഖദ് യകൂനു അൽ മറദ് സബബ ലറഫഇ മൻസിലത്തിൽ മരീദ്. രോഗിയുടെ സ്ഥാനം എന്താണ്? ജന്നത്തിൽ ഉയർത്താൻ വേണ്ടിയായിരിക്കും. ഫിൽ ആഖിറ قال النبي صلى الله عليه وسلم إن الرجل لا يكون له عند الله المنزلة. ഒരു ആൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം ഉണ്ടാകും. അള്ളാഹു അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഫമാ യബ്ലുഗ ബിഅമലിൻ ഫമാ യസാലു അല്ലാഹു യബ്തലീഹി. അവന്റെ അമലുകൾ കൊണ്ട് ആ സ്ഥാനത്തേക്ക് അവന് ഉയരാൻ കഴിയില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ബിമാ യക്റഹു, അവൻ വെറുക്കുന്ന തരത്തിൽ, ഹത്താ യബ്ലുഗു ഇയ്യാഹു, അവൻ ആ സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തും. അപ്പൊ അള്ളാഹു പരീക്ഷയില്ലെങ്കിൽ, നമുക്ക് പരീക്ഷണം ഇല്ലെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. നമുക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. കാരണം എന്താണ്? അള്ളാഹു ചില ആളുകൾ കയറൂരി വിട്ടുകൊടുക്കും. നഊദു ബില്ലാഹി മിനൽ ഫിതൻ. ومن ذلك أيضا قوله صلى الله عليه وسلم من يريد الله به خيرا يصب منه. അള്ളാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹു മുസീബത്ത് നൽകുമെന്നുള്ളതാണ്. وكذا قوله صلى الله عليه وسلم إذا أحب الله قوما ابتلاهم. അള്ളാഹു ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെ പരീക്ഷിക്കുമെന്നാണ്. അപ്പൊ അവർക്ക് മസായിബുകൾ കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു രോഗി
എന്താണ് അവൻ മനസ്സിലിരുത്തുകയും അവൻ സമാധാനിക്കുകയും ചെയ്യണം. അല്ലേ? ഇതൊക്കെ തീർച്ചയായിട്ടും അവന്റെ എല്ലാ മനസ്സിലുള്ള പ്രയാസങ്ങളും ദൂരീകരിക്കും. അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള എന്തെങ്കിലും മക്രൂഹുകൾ, നമ്മൾ അറിയാത്ത എന്തോ എന്താ പറയാ എന്തോ ചില കാര്യങ്ങൾ അതിന് തടുക്കാൻ വേണ്ടിയായിരിക്കും. ഉദാഹരണമായിട്ട് എന്താണ് പറയപ്പെടുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ ഫ്ലൈറ്റിന് പോയി, അയാൾ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്ത് പള്ളിയിൽ പോയപ്പോൾ അയാൾക്ക് എന്തായി പോയി, ഫ്ലൈറ്റ് മിസ്സായി എന്ന് പറഞ്ഞു. പിന്നെ ആ ഫ്ലൈറ്റ് പോയിട്ട് തകർന്നതായിട്ട് പറയുന്നു, അത് സംഭവിച്ചതായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ എന്തായിരിക്കും, വളരെ മക്രൂഹായിട്ടുള്ള ഒരു കാര്യത്തെ തടയാനായിരിക്കും പരീക്ഷണം കൊടുക്കുന്നുണ്ടാവുക. ചിലപ്പോ അയാള് ഉദാഹരണമായിട്ട് ആരോഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ വൃത്തികേടിലേക്കും ഫവാഹിഷകളിലേക്കൊക്കെ പോയേക്കാം, അക്രമങ്ങളിലേക്ക് പോയേക്കാം, അതൊക്കെ ഉണ്ടാകും. അല്ലേ? ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്താ പറയാ, ഇമാം അഥവാ നമ്മളൊരു മുൻകറിനെ തടയാണെങ്കിൽ അതിലേറെ വലിയ മുൻകർ വരാൻ പാടില്ല. അപ്പൊ ഇമാം ഇബ്നു തൈമിയ്യ അതുപോലെ അദ്ദേഹത്തിന് കൂടുതലുള്ള ആളുകൾ ഈ തത്താറിന്റെ യുദ്ധം നടക്കുന്ന സമയത്ത് കുറെ ആളുകൾ കള്ളു കുടിച്ച് ഇങ്ങനെ എന്താ പറയാ പൂസായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ ഇമാം ഇബ്നു തൈമിയ്യയുടെ കൂടുതലുള്ള ആള് അവര് നന്നായി ശക്തമായിട്ട് ശകാരിച്ചു. ഇബ്നു തൈമിയ്യ പറഞ്ഞു അങ്ങനെ വേണ്ട, അവരങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം കള്ളു കുടിച്ചില്ല പിന്നെ അവരെന്ത് ചെയ്യും, നേരെ പോയിട്ട് ഈ തരത്തില ഫസാദുകളിലേക്കും ദുൽമുകളിലേക്കാണ് അവരെന്ത് ചെയ്യുക, പിന്നെ പോവുക. അപ്പോ വളരെയധികം എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ എന്താണ്, ഒരുപക്ഷെ വലിയ തിന്മകളിൽ നിന്നും വലിയ മക്രൂഹുകളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷിക്കുകയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും. നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് നന്മയായിരിക്കും. ഫയാ അഖി ആഫാകല്ലാഹു വറആക ഹാദിഹി അർബഅ അസ്ബാബ് മിൻ അസ്ബാബി ഹുസൂലിൽ മറദ്. ഇത് രോഗം ഉണ്ടാവാനുള്ള 4 കാരണങ്ങളിൽപ്പെട്ട 4 കാരണങ്ങളാണ്. ഒക്കെ ചിലപ്പോൾ ഇത് 4 ഒരാളിൽ വരും, മനസ്സിലായില്ലേ? ചിലപ്പോൾ അതിൽ ചിലത് മാത്രം ചില കാരണങ്ങളായിട്ടായിരിക്കും. ഫസ്അൽ നഫ്സക ശഫാകല്ലാഹ്. നീ നിന്റെ നഫ്സിനോട് തന്നെ ചോദിച്ചു നോക്കുക, നീ എന്താണ്, ഏതവസ്ഥയാണ് നിനക്കുള്ളത് എന്നുള്ളത് നീ നോക്കുക. ഈ 4 പറഞ്ഞതിൽ ഏതവസ്ഥയാണ് നിനക്കുള്ളത് എന്നുള്ളത്. അള്ളാഹു നിനക്ക് ശിഫ നൽകട്ടെ. മിൻ അയ്യിൽ അസ്നാഫി അൻത, ഏത് വിഭാഗത്തിലാണ് നീ പെടുന്നത്. فإن كنت وأنت كذلك إن شاء الله تعالى محافظا على ما أوجب الله تعالى عليك فتفاؤلك أن يكون مرضك سببا لرفعة منزلتك عند الله تعالى. എന്നാൽ നീ എല്ലാ തരത്തിലും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള വാജിബാത്തുകൾ നിർവഹിക്കുന്ന വ്യക്തിയാണ്, എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ആയിരിക്കട്ടെ നീ. അങ്ങനെയാണെങ്കിൽ ഒരു അള്ളാഹു നിന്റെ മൻസിലത്ത് ഉയർത്താൻ വേണ്ടിയായിരിക്കും. ഔ കഫാറത്തല്ലേ ദുനൂബിൻ സാബിഖ, കഴിഞ്ഞുപോയതോ തിന്മകൾ പൊറുക്കാൻ വേണ്ടിയായിരിക്കും. ഫഹാസിൻ നഫ്സക ബാറകല്ലാഹു ഫീക്, അപ്പോൾ നിന്റെ നഫ്സിനെ നീ എന്റെ വിചാരണ ചെയ്യാം. വറാജി നഫ്സക, നിന്റെ നഫ്സിലേക്ക് നീ മടങ്ങുക. വതഫഖദ് അഹ്വാലക മറാത്തിൻ മറാത്ത്, പണ്ട് എപ്പോഴും നിന്റെ അവസ്ഥകളെ സംബന്ധിച്ച് നീ സ്വന്തത്തെ സംബന്ധിച്ച് ധാരാളമായി ചിന്തിക്കണം. ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ്. ഒരാൾ തിന്മ വരുന്നത് എന്നല്ല, ഒരു തെറ്റ് വരുന്നത്, അബദ്ധം വരുന്നത് ഒരു ന്യൂനതയല്ല, മറിച്ച് ന്യൂനത എന്നുള്ളത് തെറ്റിൽ തുടരുക എന്നുള്ളതാണ്. അസ്സല്ലാഹു യജഅല മറദക റിഫഅതൻ ലിമൻസിലതിക ഫിദ്ദുനിയ വൽ ആഖിറ. വബഅദ ഹാദാ യാ അഖി അഅഫാക അല്ലാഹു തആല ഫഇൻ കുൻത മുഖസ്സിറൻ ഫി അദാഇ ശൈഇ മിനൽ വാജിബാത്ത് ഫസ്തഗ്ഫിറുല്ലാഹ മിൻ ദുനൂബ്. ഏതെങ്കിലും തരത്തിലുള്ള വാജിബാത്തുകൾ വിട്ടുന്നതിൽ നിനക്ക് വീഴ്ചയുണ്ടെങ്കിൽ നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാം. അതല്ലെങ്കിൽ എന്താണ്, തിന്മകളുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യാം. എങ്കിൽ അത് ഈ തരത്തിൽ രോഗങ്ങളിൽ നിന്നുള്ള ശിഫക്ക് ഏറ്റവും വലിയ കാരണമായിരിക്കും. അപ്പൊ വജദ്ദിദി തൗബ വതദ്കുർ വതദക്കർ ഖൗലല്ലാഹി തആല, നീ തൗബ വീണ്ടും ആവർത്തിച്ച് ചെയ്യുക.
അള്ളാഹു പറഞ്ഞത് നീ ഓർക്കുക, وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. ഞാൻ തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും സാലിഹായ അമലുകൾ ചെയ്യുകയും പിന്നീട് ഹിദായത്ത് പ്രാപിക്കുകയും ചെയ്ത ആളുകൾക്ക് ഞാൻ ധാരാളമായി പുറത്തു കൊടുക്കുന്നവനാണ്. അതുപോലെ തന്നെ വമൻ താബ വഅമില സാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. അതുപോലെ തന്നെ മൻ താബ ഖബ്ല അൻ തത്ലുഅ അശംസു മിൻ മഗ്രിബ താബ അല്ലാഹു അലൈഹി. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവനിലേക്ക് മടങ്ങുന്നതാണ്. ഫബാദിർ ശഫാക അല്ലാഹു തആല, നീ പെട്ടെന്നാക്കുക ഇല റുജൂഅനി ദുനൂബ് വതുബ് ഇലല്ലാഹി തൗബതൻ നസൂഹ, അള്ളാഹുലേക്ക് നസൂഹായിട്ടുള്ള കറകളഞ്ഞ തൗബ ചെയ്യുക. അതുപോലെ നസൂഹൻ, അതുപോലെ തന്നെ നീ അള്ളാഹുവിൽ പ്രതീക്ഷിക്കുക, നിന്നെ സന്തോഷിപ്പിക്കുന്ന നിന്റെ ഹൃദയം വിശാലമാക്കുന്ന കാര്യം അള്ളാഹു നിനക്ക് നൽകുന്നത്. لكن عافاك الله تعالى ورفع منزلتك. لا شك أنك تسمع كما أسمع وأنا أسمع ويسمع الكثيرون كلمة التوبة، ولكن بعض الناس هداهم الله تعالى لم يعطوا لهذه الكلمة حقها. ഇവിടെ ഞാനും താങ്കളും മറ്റെല്ലാവരും കേൾക്കുന്നത് പോലെ തൗബ എന്ന പദം ഇങ്ങനെ എല്ലാവരും കേൾക്കുന്നതാണ്. പക്ഷേ ആരും ഈ തൗബക്ക് എന്ത് ചെയ്യുന്നില്ല, അതിന്റെ യഥാർത്ഥ ഹക്ക് കൊടുക്കുന്നില്ല. ഫമാ കുല്ലു തൗബത്തിൻ തൗബ, എല്ലാ തൗബയും തൗബ ആവൂല. فهناك توبة باللسان فقط، فهذه التوبة كشراب بقيعة يحسبه ظمآن معه. ചിലപ്പോൾ നാവ് കൊണ്ടുള്ള തൗബയായിരിക്കും. അപ്പോ എന്താണ് അത്? മരുഭൂമിയിലുള്ള എന്തുപോലെയാണ്? മരുഭൂമിയിൽ ഇങ്ങനെ ദൂരം നോക്കിയാൽ ഇങ്ങനെ വെള്ളം കാണും, അടുത്ത് പോയി നോക്കിയാലോ വെള്ളമായിരിക്കില്ല. അതുപോലെയാണ് തൗബ ചെയ്തിട്ടുണ്ട് വിശ്വസിച്ചിരിക്കും, പക്ഷെ അതെന്താവൂല, തൗബ ആവൂല. അത് വഹുനാക തൗബ നസൂഹ് വഹാദിഹി തൗബ മത്ലൂബ ശറഅൻ. എന്നാൽ നസൂഹായിട്ടുള്ള തൗബ അതെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് പോലെ നരകത്തിലേക്ക് പോകുന്നത് ഭയപ്പെടുന്നത് പോലെ ഭയപ്പെടണം. അങ്ങനെയുള്ള തൗബ അതാണ് നസൂഹായിട്ടുള്ള, അതാണ് സ്വീകരിക്കപ്പെടുന്ന തൗബ. ഹുനാക തൗബ അൻ-നസൂഹ് വമാ ശുറൂതുഹ. നസൂഹായ തൗബ ഉണ്ടോ, അതിന്റെ ശുറൂത്തുകൾ എന്തൊക്കെയാണ്? ശുറൂത്തുകൾ നമുക്ക് അറിയാവുന്നതല്ലേ, അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇനി أخي رد الله إليك عافيتك ومتعك بها ما دمت حيا، لعلك تفكر الآن في مرضك ومتى تشفي وهل ستبقى طويلا، وهذه غالبا ما تمر على ذهن المريض. നീ ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാണ്, നിന്റെ രോഗം എപ്പം മാറാം, അതുപോലെ തന്നെ ഇതിങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ നീണ്ടു നിൽക്കുമോ? ഇതാണ് സാധാരണഗതിയിൽ ഒരു രോഗിയെ സംബന്ധിച്ച് മനസ്സിലുണ്ടാകുന്നത്. لكن هناك أمران إذا عرفتهما هانت عليك مصيبة. രണ്ട് കാര്യങ്ങൾ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്റെ മുസീബത്ത് നിനക്ക് വളരെ നിസ്സാരമായി തീർന്നു. وخف عنك همك وغمك بل قد يزول كله إن شاء الله تعالى. നിന്റെ പ്രയാസങ്ങൾ, നിന്റെ മാനസികമായിട്ടുള്ള നിന്റെ വിഷമങ്ങൾ അതിലൂടെ കുറയും, ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് നീങ്ങും. ഒന്നാമത്തത്, ഇത് വളരെ നമ്മൾ പറഞ്ഞതാണ്, വളരെ പ്രധാനപ്പെട്ടത്, വളരെ സുപ്രധാനമായിട്ടുള്ളതാണ്. അന്ന മുസീബതക ഹാദിഹി ഫീ ഗൈരി അംരി ദീനിക വഹാദാ മിമ്മാ യഹൂനു അസറൽ മഅസിയ. നിന്റെ ഈ ഒരു മുസീബത്ത് എന്തിലാ വന്നിട്ടുള്ളത്? നിന്റെ ശരീരത്തിലാണ്, അതല്ലാതെ നിന്റെ ദീനിലല്ല. പലരെയും അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെ? അവരെ ഹൃദയത്തെ അള്ളാഹു അടച്ചു കളഞ്ഞു. അവർക്ക് എത്ര ഖുത്ബ കേട്ടാലും എത്ര മൗഇദത്ത് കേട്ടാലും ഒരു ഫലം ഉണ്ടാവില്ല. അവർക്ക് ഒരു എന്താ പറയാ, ഹമജുൻ ആയിട്ട് അവർ ജീവിക്കും. അതല്ലെങ്കിൽ എന്താണ്, ശുബ്ഹാത്തുകളിൽ അകപ്പെട്ടവരുണ്ടല്ലേ, ഒരുപാട് ബിദ്അത്തുകൾക്ക്. അപ്പൊ ആ തരത്തിലല്ല നിന്റെ പരീക്ഷണം വന്നിട്ടുള്ളത് എന്നത്. ലിഅന്ന അൽ മുസീബ ഫിദ്ദീൻ വൽ അയാദു ബില്ലാഹ് യജ്നി സഹിബഹ അൽ ആസാം വൽ ഉഖൂബാത്ത്. എന്നാൽ ദീനിലാണ് ഒരാൾക്ക് പരീക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒരുപാട് അതിങ്ങനെ
വുലുമാത്തുകളായിട്ട് ഒരുപാട് കുറ്റകൃത്യങ്ങളായിട്ട് എന്ത് ചെയ്യും മാറിത്തീരുകയും അതുപോലെ ഒരുപാട് ശിക്ഷകൾ എന്താണ് വരുത്തി തീർക്കുകയും ചെയ്യും. അമ്മൽ മുസീബത്ത് ഗൈരി ദാലിക്, അതല്ലാതെയുള്ള മുസീബത്ത് നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുസീബത്ത്, ഒന്നുകിൽ അഖീദയിൽ ദീനിന്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ ഏതിന്റെ കാര്യത്തിൽ, ശരീരം, അതല്ലെങ്കിൽ എന്താണ് സമ്പത്തിൽ, അതല്ലെങ്കിൽ കുട്ടികളിൽ, ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകും, ഉറപ്പാണ് അതില്. അപ്പോഴേ അമ്മൽ മുസീബത്ത് ഗൈരി ദാലിക ഇസാബത്തുൽ ബദൻ, ശരീരത്തിലുള്ള മുസീബത്ത്, അല്ലെങ്കിൽ കുട്ടിയിലുള്ളത്, അവിൽ മാൽ ഇദാ ഇഹ്തസബഹ സാഹിബഹു ഇൻദല്ലാഹ് റസഖഹു അല്ലാഹു തആല അൽ അജ്ർ. കുട്ടിയുടെ കാര്യം, കുട്ടിയില്ലാതിരിക്കാൻ അതുപോലെ തന്നെ കുട്ടി ഉണ്ടായത് തന്നെ എന്തായിട്ട് പോവാ, തെരിഞ്ഞു പോവാണ്. അപ്പൊ അതിലൊക്കെ നല്ല പ്രതിഫലം പ്രതീക്ഷിക്കുകയാണെങ്കിൽ അവൻ നല്ല പ്രതിഫലം അല്ലാഹു നൽകും. ഫഹ്തസിബ് യാ അഖീ ദാലിക വഖൂൽ അൽഹംദുലില്ലാഹി അല്ലദീ ലം യജഅൽ മുസീബതി ഫീ ദീനി. എന്റെ മുസീബത്ത് ദീനിന്റെ കാര്യത്തിൽ ആക്കാതിരുന്ന അല്ലാഹുവിനെ ഹംദ് ചെയ്യണം. ഇവിടെ ശരി. الأمر الثاني أن مصيبك أخف وأهون من مصيبة غيرك. അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ചില്ലറ കാര്യമില്ല. അത് ആലോചിക്കുക. ആദ്യം ദീനിന്റെ വില അറിയുന്നവർക്ക്, അതുപോലെ ഇൽമിന്റെ വില അറിയുന്നവർക്കാണ് ആ ഒരു എന്താ പറയാ ഒന്നാമത്തെ കാര്യത്തിന്റെ ആ വില അറിയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ എന്താണ്, അന്ന മുസീബത്തക അഖഫ് വഅഹ്വൻ മിൻ മുസീബത്തി ഗൈരിക. നേരത്തെ പറഞ്ഞതിന്റെ ഒന്നുകൂടെ വേറൊരു തരത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ പറഞ്ഞതന്നെ നിന്റെ മുസീബത്ത് എന്നുള്ള പലരുടെയും മുസീബത്തിനേക്കാൾ എത്രയോ ചെറുതാണ്. അപ്പോ നിന്റെ മുസീബത്ത് കുറയാനുള്ള മാർഗം എന്താണ്? മറ്റുള്ളവരെ മുസീബത്ത് പോയി കണ്ടാൽ മതി, പിന്നെ എനിക്ക് ഒന്നുമില്ല എന്ന് മനസ്സിലാവും. فلو سألت أو نظر إلى من حولك من المرض لرأيت من هو أشد منك ألما. നിന്റെ കൂടുതലുള്ള രോഗികളോട് നീ ചോദിക്കണം, അല്ലെങ്കിൽ നീ പോയി കാണണം, എങ്കിൽ നിനക്ക് കാണാൻ കഴിയും നിന്നെക്കാളും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കാണാൻ കഴിയും. ഫഹ്മദില്ലാഹി തആല അലാ സുഹൂലത്തിൻ വജഅകിൻ വഉദക്കിറുക ഹുനാ ബിഖൗലി ശുറൈഹ് റഹിമഹുല്ലാഹ്. അപ്പൊ നീ ഇവിടെ എളുപ്പമാക്കിയത് അള്ളാഹു നിന്റെ രോഗത്തെ എന്താണ് കുറച്ച് തന്നതിന് നീ എന്ത് ചെയ്യാം, ഹംദ് ചെയ്യുക. ഞാൻ നിനക്ക് ശുറൈഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കണം. ഇതിൽ ഒരുപാട് ആസാറുകൾ, വളരെ വിലപിടിപ്പുള്ള എന്താ പറയുക നല്ല ഫായിദകൾ വരുന്നുണ്ട് ഇനി. അദ്ദേഹം പറഞ്ഞു, മാ അസാബത്നി മുസീബത്തുൻ ഇല്ലാ ഹമിദുല്ലാഹ തആല ലിഅർബഇൻ. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മുസീബത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് അല്ലാഹുവെ സ്തുതിക്കാൻ ചെയ്യും. 4 കാരണങ്ങളാണ്. ഒന്നാമത്തത് അൻ റസഖനി അസ്സബ്റ അലൈഹ. അല്ലാഹു അതിന് ആ മുസീബത്തിന് ക്ഷമിക്കാനുള്ള ക്ഷമ അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തത് അൻ റസഖനി അൽ ഇസ്തിർജാഅ ഇൻദഹ. ഒരു മുസീബത്ത് വന്നു കഴിഞ്ഞാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അതൊരു വെറും വാചകമല്ല, അള്ളാഹുവിലേക്ക് എന്താണ് അഭയം പ്രാപിക്കലാണത്. അതൊരു ഹൃദയത്തിന്റെ ഒരു എന്താണത്, ഇൽത്തിജാണത്. അപ്പോ അത് ആ ഇസ്തിർജാ അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കും. അതുപോലെ തന്നെ അല്ലം യജഅൽഹ അക്ബർ മിൻഹ, അതിലേറെ വലിയ പരീക്ഷണം അള്ളാഹു തന്നിട്ടില്ല. വഅല്ലം യജഅൽഹ ഫീ ദീനി, എന്റെ ദീനിൽ അള്ളാഹു നൽകിയിട്ടില്ല. ഓക്കെ, എത്ര വലിയതാണ്. ഒന്നാമത്തത് എനിക്കതോ സബർ തന്നിട്ടുണ്ട്. രണ്ടാമത്തതോ സബർ തന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തല്ല ആ ഒരു പരീക്ഷണമല്ല, മറ്റൊരു ആ പരീക്ഷണത്തിന്റെ കാലം മുഴുവൻ ആകെ മാനസികമായി പ്രയാസപ്പെട്ടവരെന്ത് ചെയ്യും അല്ലേ, അവരാകെ തീർന്ന് ജീവിക്കും. രണ്ടാമത്തേത് അള്ളാഹുവിലേക്ക് അഭയം തേടുക എന്നുള്ളത് അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേറെ വലിയ പരീക്ഷണം അള്ളാഹു തന്നിട്ടില്ല. ദീനിൽ അള്ളാഹു പരീക്ഷണം തന്നില്ല. ഇതാണ് 4ാമത്തെ കാര്യം. അഖി അഫാക അല്ലാഹു തആല അൽ മരീദ് ലഹു അഹ്വാൽ. മരീദിന് പല അവസ്ഥകളുണ്ട്. ഒന്ന് ഹാലുൻ ഫി അസ്നാഇ മർദിഹി, രോഗത്തിലിരിക്കുന്ന ആ സമയത്ത്. വഹാലുൻ ഫി അസ്നാഇ ഇലാജിഹി, ഇനി ചികിത്സയുടെ സമയത്തുള്ളത്. വഹാലുൻ ബഅദ ശിഫാഇ,
രോഗത്തിന് ശിഫ നൽകപ്പെട്ട് കഴിഞ്ഞാലുള്ള എന്താണ് അവസ്ഥ ഉണ്ടാക്കും. നസ്അലുല്ലാഹ ലക ശിഫ വൽ ആഫിയ. അപ്പൊ 3 അവസ്ഥകൾ: രോഗത്തിലിരിക്കുമ്പോൾ അവസ്ഥ, രോഗത്തിന് ചികിത്സിക്കുമ്പോഴുള്ള അവസ്ഥ, പിന്നെ രോഗത്തിന് ശിഫ കിട്ടിയാലുള്ള അവസ്ഥ ഉണ്ടാകും. ഇതിലൊക്കെ അള്ളാഹു നമ്മോട് പറഞ്ഞ രൂപത്തിൽ നിലക്കൊള്ളണം. الحالة الأولى في حاله في أثناء المرض فعلى من أصيب بأي شيء أن يعلم أن تلك المصيبة قد كتبت عليه. അപ്പോൾ ഒരു രോഗത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഏത് മുസീബത്താകട്ടെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ മനസ്സിലാക്കണം അത് അള്ളാഹു രേഖപ്പെടുത്തിയതാണ്, അതിനെ തിരുത്താൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹ. ഏതൊരു മുസീബത്തുണ്ടോ, നിങ്ങൾ ഭൂമിയിലോ നിങ്ങളുടെ ശരീരത്തിലോ ഉള്ള ഏതൊരു മുസീബത്തുണ്ടോ അത് ഉണ്ടായിത്തീരുന്നതിന് മുമ്പായിട്ട് അള്ളാഹു അത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അള്ളാഹു സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. وَلْيَحْذَرْ الْمُسْلِمُ مِنَ التَّسَخُّطِ عَلَى مَا قَدَّرَ عَلَيْهِ. അള്ളാഹു എന്താണ് ഖദറാക്കിയത് അതിനെ സംബന്ധിച്ച് ഒരു മനസ്സിൽ എന്തുണ്ടാകാൻ പാടില്ല, ഒരു ചൊറിച്ചിലുണ്ടാകാൻ പാടില്ല. وَوَفَّقَكَ إِلَى مَا فِيهِ رِضَاهُ. അള്ളാഹു റിദ, അള്ളാഹുവിന്റെ റിദയിലേക്കുള്ള എന്താണ് റിദയുള്ള കാര്യത്തിലേക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. هذا الجواب التفصيلي من العلامة الفقيه الشيخ محمد ابن عثيمين رحمه الله. سئل عمن يسخط إذا نزل به مصيبة. ഒരാൾക്കൊരു മുസീബത്ത് വന്നാൽ എന്നിട്ട് അയാൾ ആ മുസീബത്തിന്റെ കാര്യത്തിൽ ഒരു പരീക്ഷണം വന്നു, പരീക്ഷണത്തിന്റെ കാര്യത്തിൽ മനസ്സിൽ അതിനോടൊരു വിമ്മിട്ടം, ഒരു വെറുപ്പ് തോന്നാൻ പാടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വിശദമായ മറുപടി നൽകുന്നു. فأجاب بقول الناس حال المصيبة على مراتب 4. 4 അവസ്ഥയിലായിരിക്കും മുസീബത്തിന്റെ കാര്യത്തിൽ ആളുകൾ. المرتبة الأولى التسخط وهو على أنواع. മനസ്സിൽ അതിനോട് വെറുപ്പ് തോന്നും, അള്ളാഹു കണക്കാക്കിയ എന്താണ് ഖദറിനോട് വെറുപ്പ് തോന്നും. അവർ തന്നെ 4 തരത്തിലുണ്ട്, അല്ല പല തരത്തിലുണ്ട്. അതിലൊന്നാമത്തത് അയ്യകൂന ബിൽ ഖൽബ്, ഹൃദയത്തിൽ ആ വെറുപ്പ് അനുഭവപ്പെടാം. കാൻ യതസഖത അല റബ്ബിഹി യഗ്താദു മിമ്മാ ഖദ്ദറഹു അല്ലാഹു അലൈഹി ഫഹദ ഹറാം. ഹൃദയത്തിൽ അതിനോട് വെറുപ്പ്, അള്ളാഹു ആ കണക്കാക്കിയവരോട് വെറുപ്പും ഈർഷ്യതയും തോന്നുകയാണ്, ഹറാമാണത്, ഹൃദയത്തിൽ തോന്നാന്നുള്ളത്. വഖദ് യുഅദ്ദി ഇലൽ കുഫർ, ഇത് ചിലപ്പോൾ എവിടത്തേക്ക് എത്തിക്കും, കുഫറിലേക്ക് എത്തിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഫഖ്റു അഖുൽ കുഫർ, ദാരിദ്ര്യം എന്നുള്ള കുഫറിന്റെ സഹോദരനാണ്. കാരണം ദാരിദ്ര്യം മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, കുഫർ വരെ എത്തും. അപ്പോ കാരണം എന്താണ്, എല്ലപ്പോഴും ഒരു മുസ്ലിം എന്തായിക്കോണമെന്നില്ല, പൂർണ്ണമായി ഈമാനിലായിരിക്കില്ല. അപ്പോൾ എല്ലാത്തിലും ഒരു ഇഹ്തിയാത്ത്, ഒരു ഈമാൻ കുറയുന്ന ആ അവസ്ഥയിലേക്കുള്ള ഒരു സുരക്ഷ സ്വീകരിക്കണം. അപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതിൽ എന്ത് ചെയ്യണം, ഒരു പക്ഷെ നമ്മൾ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, പക്ഷെ നമ്മുടെ കുടുംബക്കാരെന്തായിക്കോളും ഓക്കെ ആയിരിക്കണമെന്നില്ല, അവർ ചിലപ്പോൾ കുഫറിലേക്ക് പോകും. ഇപ്പോൾ വലിയ പരീക്ഷണങ്ങൾ വന്നാൽ അപ്പോൾ എല്ലാം ഒരു സേഫ് ആക്കണം, അത് ആവശ്യമാണ്. അതെന്താണ്, ഈമാൻ കുറവുള്ള അവസ്ഥയിലേക്ക്, അതുപോലെ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. ومن الناس അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ومن الناس من يعبد الله على حرف. ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒരു അറ്റത്ത് നിന്ന്, ഒരു വക്കിൽ നിന്നിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. فإن أصابه خير اطمأن به. നന്മയാണ്, എല്ലാ നിഅമത്തുകളാണെങ്കിൽ ഖലാസ് അവൻ നല്ല സന്തോഷമായി. وإن أصابته فتنة انقلب على وجهه. എന്നാൽ അവന് മുസീബത്തുകളാണ് ബാധിക്കുന്നതെങ്കിൽ അവൻ നേരെ തിരിയും. ഖസറ ദുനിയ വൽ ആഖിറ. അവന്റെ ദുനിയാവും ആഖിറത്തും എന്തായി തീർന്നു, നഷ്ടത്തിലായി തീർന്നു. ذلك هو الخسران المبين. അതാണ് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഖുസ്റാൻ. النوع الثاني أن يكون باللسان. നാവ് കൊണ്ട് എന്ത് ചെയ്യല്, അതിനെ എതിർക്കല്. ഏത്
തനിക്ക് ബാധിച്ചിട്ടുള്ള മുസീബത്തിന് നാവ് കൊണ്ട് എന്താണ് ആ വെറുപ്പ് പ്രകടിപ്പിക്കല്, ദുആ ചെയ്യല്, എന്നെ മരപ്പിച്ചേക്ക്, അതല്ലെങ്കിൽ എനിക്ക് നാശത്തിന് വേണ്ടിയിട്ട് അതില് വിലയല്, അട്ടഹസിക്കലും കാര്യങ്ങൾ ചെയ്യില്ല. അന്നോഴസാദിക്കൂനത് ജവാരി, ചിലപ്പോ അവയവങ്ങൾ കൊണ്ട് ആ വെറുപ്പ് പ്രകടിപ്പിക്കും. വേറെ കേരളത്തിൽ ഹുദൂദ്, മുഖത്ത് കവിളത്തടിക്കല്, വശക്കൽ ജൂ, അതുപോലെ തന്നെ എന്താണ് ശരീരം മാറി കീറിയിട്ട് അതുപോലെ മുടി പറിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ വാജിബായ സബറിന് എതിരാണ്. അപ്പൊ സബർ എന്നുള്ളൊരു വായ കൊണ്ട് പറയുന്നല്ല, അതിൽ തൃപ്തിയാകണം, അൽഹംദുലില്ലാ എന്ന് പറയുന്നവനായി തീരണം. ഒരു ഷായർ പറഞ്ഞു, അൽ മർത്തബുസാനി അസ്സബർ, രണ്ടാമത്തത് സബറാണ്. അഥവാ ചില ആളുകൾ എന്ത് ചെയ്യും, തസഖത്ത്, വെറുപ്പ് കാണിക്കും, നാവിലൂടെ, ഹൃദയത്തിലൂടെ, അതുപോലെ അവരുടെ ശരീരാവയവങ്ങൾ. രണ്ടാമത്തെ ചില ആളുകൾ പരീക്ഷണം വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കും. وكما قال الشاعر الصبر مثل اسمه مر مذاقته لكن عواقبه أحلى من العسل. സബർ എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പോലെ തന്നെ അതിന്റെ രുചി കുറച്ച് എന്താണ്, കയ്പുള്ളതാണ്. എന്റെ അർത്ഥം എന്താണ്? ഹബ്സാണ്, പിടിച്ചു വെക്കലാണ്, ജയിലിട്ട മുതലുണ്ടാവും, മനസ്സിലായില്ലേ? മുറാണ് അതിന്റെ എന്താണ്, പക്ഷേ ലാകിൻ അവാഖിബുഹു, പക്ഷെ പര്യവസാനം അഹ്ലാ മിനൽ അസലി, തേനിനേക്കാൾ എന്തായിരിക്കും, മധുരമുള്ളതായിരിക്കും. ഫയറ അൻ ഹാദാ ശൈഅ സഖീലുൻ അലൈഹി ലകിന്നഹു യതഹമ്മൽ, പാരിച്ചതാണ്, പക്ഷെ അത് അള്ളാഹു വിധിച്ചതാണല്ലോ, അതിന്റെ പേരിൽ അവൻ എന്ത് ചെയ്യും, അത് വഹിക്കും. വഹുവ യക്റഹു വുഖൂഅഹു ലകിൻ യഹ്മീഹി ബിഈമാനിഹി മിന അത്തസഖ്ഖുർ മിന അസ്സഖ്ത്. അവന് ആ ഒരു പരീക്ഷണം വരുന്നതിൽ എന്തുണ്ട്, വെറുപ്പുണ്ട്, പക്ഷേ അതിനെ അവന്റെ ഈമാൻ കൊണ്ട് അവന് അതെന്ത് ചെയ്യും, അതിനെ കീപ്പ് ചെയ്യും, സംരക്ഷിക്കും. മനസ്സിലായില്ലേ? ഫലൈസ വുഖൂഉഹു വഅദമു സവാ ഇൻദഹു ഹാദാ വാജിബുൻ ലിഅന്ന അല്ലാഹു തആല അമറ ബിസ്സബ്ർ. അവന്റെ അടുക്കൽ അത് സംഭവിക്കുന്നതും സംഭവിക്കാതിരിക്കുന്നതൊക്കെ ഒരേ തരത്തിലാണ്. അവനത് ക്ഷമിക്കും, എന്താണെങ്കിലും അവൻ അത് സ്വീകരിക്കും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വഅതിഉ അല്ലാഹ വറസൂലഹു വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബു റിഹുക്കും വസ്ബിറു ഇന്നല്ലാഹ മഅസ് സാബിരീൻ. നിങ്ങൾ ക്ഷമിക്കണം. അൽ മർത്തബ അസ്സാലിസ ഇൻതബിഹു യാ ഇഖ്വാൻ, റിദയാണ്, തൃപ്തിപ്പെടുക, മറ്റ് സബ്റിയിലല്ല. ഇതെന്താണ്, ഖലാസ്, തൃപ്തിപ്പെടലാണ്. بأن يرضى الإنسان بالمصيبة وحيث يكون وجودها وعدمه سواء فلا يشق عليه وجودها. അവൻ ആ പരീക്ഷണം ഉള്ളതും ഇല്ലാത്തതും സമാണ്. അവനുണ്ടെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ഒരു പ്രശ്നമില്ല, ഒരു പ്രയാസമില്ല. വല യതഹമ്മല ഹംലൻ സഖീലൻ, അവർ ഭാരിച്ചൊരു കാര്യം എന്താ ചെയ്യുന്നത് പോലെ, അനുഭവിക്കുന്നത് പോലെ അവന് അനുഭവപ്പെടുന്നില്ല. വഹാദിഹി മുസ്തഹബ്ബ വലൈസത് ബിവാജിബ അൽ ഖൗൽ റാജിഹ്. ഇത് മുസ്തഹബായിട്ടുള്ളതാണ്, വലിയ ഫضലാണ്, വലിയ എന്താണ്, വലിയ മഖാമാണ് റിദ എന്ന് പറയുന്നത്. വൽഫർഖ് ബൈനഹുമാ വബൈനൽ മർതബത്തില്ലതി ഖബ്ലഹാ വാഹിർ. നേരത്തെ പറഞ്ഞ സബ്റും റിദയും തമ്മിൽ പ്രകടമായിട്ടുള്ള ഫർഖുണ്ട്. ലിഅന്നൽ മുസീബ വഅദമു സവാഉ ഫി റിദ ഇൻദ ഹാദാ. റിദ ഉള്ളവരെ സംബന്ധിച്ച് പരീക്ഷണം ഉള്ളതും ഇല്ലാതിരിക്കുന്നതൊക്കെ സെയിമാണ്. എന്നാലോ അമ്മ അല്ലത്തി ഖബ്ലഹാ ഫൽ മുസീബ സഅബത്തുൻ അലൈഹി ലകിന്നഹു സബറ അലൈഹി. എന്നാൽ സബറുള്ള ആളോ, അവന് ആ രോഗവും ആ പരീക്ഷണവും എന്താണ്, അവന് ബാധിച്ചതാണ്, പക്ഷെ അവൻ അതിൽ എന്ത് ചെയ്യുന്നു, ക്ഷമിക്കുന്നു, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. അൽ മർതബത്തു റാബിഅ, ഏറ്റവും വലിയ മർത്തബ ഏതാണ്, അശ്ശുക്ർ. പരീക്ഷണം തന്നതിൽ ശുക്ർ കാണിക്കാൻ. സുബ്ഹാനല്ലാഹ്, ഇത് ഇങ്ങനെ ഈ ഒരു മർത്തബയിലേക്ക് എത്തിയ ആരുണ്ട്? വഹുവ അഅലൽ മറാത്തിബ്, ഏറ്റവും വലിയ മർത്തബയാണ്. ذلك بأن يشكر الله على ما أصاب من مصيبة. അള്ളാഹു എന്താണ് പരീക്ഷണം കൊടുത്തത്, ആ പരീക്ഷണത്തിൽ അവൻ ശുക്ർ കാണിക്കണം. حيث عرف أن هذه المصيبة سبب لتكفير سيئاته وربما لزيادة حسناته. ഇത് അവന്റെ നന്മയാണ്, അവന്റെ പാപം പൊറുക്കാനും അവന്റെ ദറജാത്തുകൾ ഉയർത്താനും. അതല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ
അത് പ്രയാസം തന്നെ. എന്നാലും അൽഹംദുലില്ലാഹ് ഇതിൽ ഏതായാലും ക്ഷമിക്കേണ്ട നിർവാഹമില്ല. എന്നാലും ക്ഷമിച്ചാൽ എന്തുണ്ട്, പാപങ്ങൾ കുറയുകയൊക്കെ ചെയ്യുമല്ലോ. അതുപോലെയല്ല, ഇത് അള്ളാഹു തന്ന ഒരു ഹിബത്തായിട്ട്, ഒരു ദാനമായിട്ട്, അവസരമായിട്ട്, ചാൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദാ മറദുൻ ഫമാ സിവാഹു ഇല്ലാ ഹത്ത അല്ലാഹു ലഹു സയ്യിഅത്തുൻ കമാ തഹത്തു ഷജറ വറഖഹ. അപ്പോൾ ഏതൊരു മുസീബത്ത് ഒരു മുസ്ലിമിന് ബാധിച്ചു, രോഗമോ മറ്റേതെങ്കിലും കാര്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ പാപം ഇങ്ങനെ എന്ത് കൊഴിഞ്ഞു പോകും, ഒരു വൃക്ഷത്തിൻ്റെ ഇല കൊഴിഞ്ഞു പോകുന്നത് പോലെ. وبعد هذا الجواب المسدد من الإمام ابن عثيمين, ഇമാം ഇബ്നു ഉസൈമീന്റെ ഈ വളരെ മുസദ്ദദായിട്ടുള്ള നല്ല കൃത്യമായ മറുപടിക്ക് ശേഷം റഹിമഹുല്ലാഹു തആല فعلى من أصيب من مصيبة أن يحسن الظن بالله تعالى في كل أحواله عامة وفي حال مرضه خاصة. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല വിചാരം മാത്രം പുലർത്തണം, പ്രത്യേകിച്ച് രോഗങ്ങളുടെ അവസരത്തിൽ. ولا تنسى ما ذكرته لك سابقا من قول النبي صلى الله عليه وسلم قال الله تعالى أنا عند ظن عبدي بي إلى آخره. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ്, ആ ഹദീസ് നീ ഒരിക്കലും മറക്കരുത്. ബില്ലാഹി തആല വഅന്നഹു സയുഅഫീക മിൻ മറദിക അല്ലദീ അൻത ഫീഹി. അല്ലാഹു നീ നല്ല വിചാരം വെച്ചുകൊണ്ട് അല്ലാഹു നിനക്ക് എന്ത് ചെയ്യും, ശിഫ നൽകും. വഅലൈക ശിഫാക അല്ലാഹ് വഅലൈക, നിനക്ക് നീ ഹസ്നുൽ ظن സ്വീകരിക്കണം. ഷഫാക അല്ലാഹു തആല ബിൽ ഇക്സാർ വൽ ഇൽഹാഖ് അലല്ലാഹ് ബിദ്ദുആ. അല്ലാഹുവോട് അപേക്ഷിക്കണം, കെഞ്ചിട്ട് ചോദിക്കണം. മനസ്സിലായില്ലേ? നമ്മള് സാധാരണ എന്താണ്, ഭിക്ഷയാചിക്കുന്നവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അത്രയും കാല് പിടിക്കുന്നവരെ ചോദിക്കാറുണ്ടല്ലേ. അള്ളാഹുവോട് അങ്ങനെ കെഞ്ചി അങ്ങേറ്റ താഴ്മയോടുകൂടി, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമാണത് ഒരു അടിമയുടെ അള്ളാഹുവിന് മുമ്പിൽ ഇൻകിസാർ കാണുക എന്നുള്ളത്, പൊട്ടി തകരുന്നത്. കാരണം എന്താണ്, അത് അഊദിയത്തിന്റെ ഏറ്റവും വലിയ പദവിയാണത്. ശരി. وعلم الله من وإذا ألح على الله بالدعاء وعلم الله منه الصدق. അങ്ങനെ അവന്റെ ഈ ദുആ ഇങ്ങനെ അള്ളാഹുവോട് കെഞ്ചിയിട്ട് ചോദിക്കാണ്, എന്നാൽ അള്ളാഹു അവന്റെ സിദ്ഖും ഇഖ്ലാസും കാണുകയാണെങ്കിൽ അള്ളാഹു ഇൽഫാഖി കൊടുക്കും. قال ابن حجر رحمه الله وفيه أن علاج الأمراض كلها بالدعاء والالتجاء إلى الله أنجع وأنفع من العقاقير الطبية. انتبهوا يا إخوان. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്, രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കുമുള്ള ചികിത്സ ദുആ കൊണ്ടാണ്, അള്ളാഹുവിലേക്ക് അഭയം തരൽ കൊണ്ടാണ്. അത് എന്താ പറയാ, ഈ ഇതുണ്ടല്ലോ പച്ചമരുന്നുകളുണ്ടല്ലോ, ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പച്ചമരുന്നുകളെക്കാളൊക്കെ എത്രയോ എന്താണ് ഫലപ്രദമാണ്. പക്ഷേ കലീലും സൈഡായിട്ട് നടക്കട്ടെ എന്നുള്ള തരത്തിലാണ് ആളുകൾ ദുആ ചെയ്യുന്നത്. وأن تأثير ذلك وانفعال البدن عنه أعظم من تأثير الأدوية البدنية. ദുആ ശരീരത്തിൽ അത് ഫലിക്കുന്നത്, അതിന്റെ ഇൻഫ്ലുവൻസ് എന്നുള്ളത് അത് എല്ലാ തരത്തിലുള്ള മരുന്നുകളെക്കാൾ അപ്പുറം. അത് ഫലിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. അഹദുഹുമ മിൻ ജിഹതി അൽ അലീൽ വഹുവ സിദ്ഖ് അൽ ഖസ്ദ് والآخر من جهة المداوي وهو قوة توجيه وقوة قلبه بالتوكل والتقوى. انتهى كلامه رحمه الله. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അവന്റെ രോഗം ഉണ്ടാകുന്നത്, മാറുന്നത്. ഒന്ന്, രോഗിയുടെ എന്താണ് ആ സിദ്ഖും അതേപോലെ തന്നെ സത്യസന്ധതയും.
രണ്ടാമത്തത് അള്ളാഹുവിലേക്കുള്ള ശക്തമായിട്ടുള്ള അള്ളാഹുവിലേക്ക് തിരിയലും അള്ളാഹുവിലേക്ക് തവക്കുല ചെയ്യലും തഖ്വ പാലിക്കലും ഒക്കെയാണ്. അപ്പോ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുള്ള ദുആ വൽ ഇൽതിജാ ഇലല്ലാഹ് അൻജഅ വ അൻഫഅ മിനൽ അഖാഖീർ അത്ബിയ്യ എന്ന് പറയുന്നത് നീ പല തവണ നീ എന്ത് ചെയ്യണം, വായിക്കണം. വലാ തഫ്ഹം മിൻ ഹാദാ അൽ അഖാഖീർ അത്ബിയ്യ തുത്റക് എന്ന് വെച്ചാൽ അത് ഒഴിവാക്കണമെന്നല്ല, ഏത് മരുന്നുകൾ ഒഴിവാക്കണമെന്നല്ല. ഇന്നമൽ മുറാദ് അൻ തഅസീർ ദുആ വൽ ഇൽതിജാ ഇലല്ലാഹ് തആല ബിസ്സദ്ഖ് വൽ ഇഖ്ലാസ് യഅസിറു ഫി നഫ്സ് അക്സർ മിമ്മാ തുഅസിറു അൽ അദ്വിയ വഗൈറഹ. മരുന്നുകളെക്കാൾ എത്രയോ ഫലം ചെയ്യും എന്താണ് ഇഖ്ലാസും അതുപോലെ തന്നെ അള്ളാഹുലേക്ക് അഭയം തേടലും ദുആയൊക്കെ. അതാണ് അറിയിക്കുന്നത്. മാത്രമല്ല ഇനി പറയാൻ പോകുന്നത് അതിലുള്ള റുഖ്യകൾ ചെയ്യണം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗത്ത് കൈവെക്കാനോ 3 തവണ ബിസ്മില്ലാ 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 എന്ന് പറയാനോ أعوذ بعزة الله وقدرته من شر ما أجد وحاذر 7 തവണ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് പതിവായിട്ട് നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ وأذكرك شفاك الله تعالى برسل الله وأنبيائهم عليهم الصلاة والسلام فقد كانوا أكثر العباد دعاء لله وإليك بعض الآيات التي توضح ذلك. അമ്പിയാക്കളും മുർസലീങ്ങളും ധാരാളമായി ദുആ ചെയ്യുന്നവരായിരുന്നു. അത് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വഇദാ മരത്തു ഫഹുവ യശ്ഫീൻ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റഹീമീൻ فاستجبنا له وكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. അയ്യൂബ് പ്രാർത്ഥിച്ചു, എനിക്ക് എന്താണ് പ്രയാസം ബാധിച്ചിട്ടുണ്ട്, നീ അർഹമുർ റഹീമീനാണ്. അങ്ങനെ അതിന് അല്ലാഹു ശിഫ നൽകി എന്നുള്ളതാണ് പറയുന്നത്.